ദിലീപ് ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം തൻ്റെ വീട്ടിൽ പാർട്ടി നടത്തിയെന്നും രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും പറയുന്നത് സംവിധായകൻ ബൈജു കൊട്ടാരക്കരയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടക്കം മുതൽ തന്നെ ദിലീപിനെ പിന്തുണച്ചു വരുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമ്പി നാരായണന് ശേഷം കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയാണ് ദിലീപ് എന്നാണ് രാഹുൽ ഈശ്വർ നേരത്തെ അഭിപ്രായപ്പെട്ടത്. രാഹുൽ ഈശ്വറിൻ്റെ ഈ ദിലീപ് അനുകൂല നിലപാടിനെ ചൊല്ലി ഒരു ന്യൂസ് ചാനലിൻ്റെ ജനകീയ കോടതിയിൽ അദ്ദേഹവും ബൈജു കൊട്ടാരക്കരയും തമ്മിൽ രൂക്ഷമായ തർക്കങ്ങളും നടന്നിരുന്നു. രാഹുൽ ഈശ്വർ ദിലീപിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നതെന്നാണ് ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നത്. ദിലീപ് ആരാണെന്നും അദ്ദേഹം മലയാള സിനിമയിൽ ചെയ്തിട്ടുള്ളത് എന്താണെന്നും വ്യക്തമായി അറിയുന്ന ആളാണ് ഞാൻ. മാഗ്റ്റ ഫെഡറേഷൻ എന്ന സംഘടന പൊളിച്ചതുപോലും നടൻ ദിലീപാണെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നുണ്ട്. ദിലീപ് ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിന് വീട്ടിൽ ഒരു വലിയ പാർട്ടി നടന്നിരുന്നു. ആ പാർട്ടിയിൽ 3-4 പേർക്ക് പണം കൊടുത്തിരുന്നു. അതിൽ രാഹുൽ ഈശ്വറിനും കിട്ടിയോ ഇല്ലയോ എന്ന് ചോദിച്ചു നോക്കുമെന്നും ബൈജു കൊട്ടാരക്കര അവതാരകൻ ഹാഷ്മിയോട് പറഞ്ഞിരുന്നു. എന്നാൽ ബൈജു കൊട്ടാരക്കരയ്ക്ക് സിനിമയിൽ വിജയിച്ചവരോടുള്ള ദേഷ്യവും അസൂയയുമാണെന്നായിരുന്നു രാഹുൽ ഈശ്വർ മറുപടി നൽകിയത്. തന്നെ ആദ്യമായി ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇതേ ഹാഷ്മി തന്നെയാണ്. അന്ന് അദ്ദേഹം മറ്റൊരു ചാനലിലായിരുന്നു. അന്ന് വരെ ആ വിഷയത്തിൽ താൻ ഇടപെട്ടിരുന്നില്ല എന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ആരെങ്കിലും സത്യം പറയുമ്പോൾ അവർ മുഴുവൻ PR ആണെന്നല്ല പറയേണ്ടത്. ദിലീപിനെതിരെ ഇവിടെ ഒരു തെളിവുമില്ലെന്ന് ഞാനല്ല, ഒരു DGP ആണ് പറഞ്ഞത്. കോടതികൾ എല്ലാം തന്നെ ദിലീപിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലർ ഇവിടെ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് പലതരത്തിലുള്ള ചർച്ചകൾക്കാണ് ഇടം കൊടുത്തിരിക്കുന്നത്. വിചാരണ പൂർത്തിയാകുമ്പോൾ പൾസർ സുനി പ്രതി എന്നതിൽ നിന്നും മാറി കുറ്റവാളി എന്നതിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലെന്നാണ് പ്രമുഖ അഡ്വക്കേറ്റായ ആശ ഉണ്ണിത്താൻ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഗൂഢാലോചന കേസിലേക്ക് വരുമ്പോൾ 8-ാം പ്രതിയായ ദിലീപ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള സംശയം. അക്കാര്യത്തിൽ കുറേ തെളിവുകളുടെ അത്യാവശ്യമുണ്ട്. ഈ കേസ് ഇതുവരെ വൈകിയത് അതിജീവിതയുടെ പ്രശ്നം കൊണ്ടല്ല. അതിജീവിതയ്ക്ക് സ്വന്തമായി ഒരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് കേസ് നടത്താൻ സാധിക്കില്ല. ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ അടുത്തേക്ക് നമ്മൾ എത്തിയത് തന്നെ എത്രമാത്രം കഷ്ടപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കേസിൽ അതിജീവിത എന്ന് പറയുന്നത് പ്രമുഖയായ ഒരു നടിയാണ്. എന്നിട്ടൊക്കെ എന്ത് കാര്യമാണ് ഉണ്ടായത്? അവരെക്കാൾ പ്രബലരായ ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ നീതി സംവിധാനത്തിന് കൈകെട്ടി നിൽക്കേണ്ട അവസ്ഥയാണെന്നും അഡ്വക്കേറ്റ് ആശ പറയുന്നു. അതേസമയം പൾസർ സുനിയുടെ കയ്യിൽ ഒറിജിനൽ ഫോൺ ഉണ്ടെന്നുള്ള അഭ്യൂഹം ശക്തമാണെന്ന് കേസിലെ സാക്ഷിയായ ജിൻസൺ പറയുന്നു. പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ആർക്കാണ് ഗുണം ഉണ്ടാവുക എന്നൊക്കെ സ്വാഭാവികമായി ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. പൾസർ സുനിയുടെ കയ്യിൽ ഒറിജിനൽ ഫോൺ ഉണ്ടെന്നുള്ള അഭ്യൂഹവുമുണ്ട്. ദൃശ്യങ്ങളും ഫോട്ടോകളും പലരും കണ്ടിട്ടുണ്ടെന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ പുറത്തു വന്നാൽ ആരാണോ ഇത് ചെയ്യിച്ചത് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ജിൻസൺ പറയുന്നത്. എന്തായാലും സുനി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് താൻ കരുതുന്നില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. 7.5 വർഷം ജയിലിൽ കിടന്നിട്ട് എങ്ങനെയെങ്കിലും പുറത്തു വന്നാൽ മതിയെന്ന ചിന്തയിലാണ് അവൻ. അതുകൊണ്ട് തന്നെ ഇനിയും അകത്തേക്ക് പോകാനുള്ള പണി അവനായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മറ്റു പലരും ഇത് മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നും ജിൻസൺ പറയുന്നു. ഈ കേസ് എങ്ങും എത്താതെ ഇത്രയും നാൾ നീട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ ദിലീപ് തന്നെയാണെന്നാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത്. എന്നാൽ വൈകാതെ തന്നെ എല്ലാവരും കുടുങ്ങും എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു.